ഐവി ലീഗ് കോളേജുകളോട്, പ്രത്യേകിച്ച് ഹാർവാർഡിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത്രയും ദേഷ്യം വരാനുള്ള ശക്തമായ കാരണം ട്രംപിന്റെ ജീവചരിത്രകാരൻ മൈക്കൽ വോൾഫ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം ഓവർ റേറ്റഡ് കറപ്റ്റ്, അതായത് അമിതമായി വിലയിരുത്തപ്പെട്ടതും അഴിമതി നിറഞ്ഞതുമായ ഹാർവാർഡുമായി വോൾഫ് പറഞ്ഞതുപോലൊരു ബന്ധമില്ലെന്ന് വൈറ്റ് ഹൗസ് അവകാശപ്പെടുകയും ചെയ്യുന്നു. ഈ ആഴ്ച ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാർവാർഡ് സർവകലാശാലയെ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഐവി ലീഗ് സ്കൂൾ അദ്ദേഹത്തിന്റെ ഇളയ മകൻ ബാരൻ ട്രംപിനെ റിജക്ട് ചെയ്തത് കാരണമാണ് ഈ ഒരു ആക്രമണം എന്നാണ് അഭ്യൂഹങ്ങൾ. എന്നാൽ പ്രഥമ വനിത മെലാനിയ ട്രംപ് ഈ ഊഹാപോഹങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വിരാമം ഇട്ടുകൊണ്ട് ബാരൻ ഒരിക്കലും ഹാർവാർഡിലേക്ക് അപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. എന്നാൽ ഇപ്പോൾ പ്രസിഡന്റിന്റെ ജീവചരിത്രകാരൻ മൈക്കൽ വോൾഫിൽ നിന്നൊരു പുതിയ സിദ്ധാന്തം ഉയർന്നു വന്നിട്ടുണ്ട്. ട്രംപിന് സർവകലാശാലയോടുള്ള വിദ്വേഷം ആരും കരുതുന്നതിനേക്കാൾ വ്യക്തിപരമായിരിക്കാമെന്നാണ് വോൾഫിന്റെ തിയറി സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ട്രംപിന്റെ കോപം ബാരൻ വിഷയത്തിൽ നിന്നല്ല, മറിച്ച് ട്രംപിന് ഒരിക്കലും ഹാർവാർഡിലെത്താൻ സാധിച്ചില്ല എന്ന വസ്തുതയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഉന്നത സ്ഥാപനവുമായുള്ള ട്രംപിന്റെ വൈരാഗ്യം യഥാർത്ഥത്തിൽ സ്വന്തം ഭൂതകാലത്തെക്കുറിച്ചാണ്. വോൾഫ് എന്താണ് പറഞ്ഞത്? ഈ അവകാശവാദങ്ങളോട് വൈറ്റ് ഹൗസ് എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്ന് പരിശോധിക്കാം. ട്രംപ് എപ്പോഴെങ്കിലും ഹാർവാർഡിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക രേഖകൾ ഇല്ലെങ്കിലും ഇനി അങ്ങനെ അപേക്ഷിച്ചിരുന്നത് നിരസിക്കപ്പെട്ടാലും ശരി, വോൾഫിന്റെ പരാമർശം പ്രസിഡന്റിന്റെ ഐവി ലീഗ് വിദ്വേഷം അദ്ദേഹത്തിന്റെ സ്വന്തം അക്കാദമിക് ചരിത്രത്തിൽ വേരൂന്നിയതായിരിക്കാമെന്ന തിയറിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ന്യൂയോർക്ക് മിലിറ്ററി അക്കാദമിയിൽ 4 വർഷത്തെ പഠനത്തിന് ശേഷം 1964 ട്രംപ് ഫോർഡ്ഹാം സർവകലാശാലയിൽ കോളേജ് വിദ്യാഭ്യാസം ആരംഭിച്ചു. 2 വർഷത്തിനു ശേഷം പെൻസിൽവാനിയ സർവകലാശാലയിലെ വാട്ടൺ സ്കൂളിലേക്ക് അദ്ദേഹം മാറി. അവിടെ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നേടി. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി ട്രംപ് ഭരണകൂടം പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള ഹാർവാർഡ് സർവകലാശാലയുടെ കഴിവ് റദ്ദാക്കാൻ നീക്കം നടത്തി. ഈ ഒരു നയം ഒരു US ജഡ്ജി താൽക്കാലികമായി തടഞ്ഞുവെങ്കിലും നീക്കം സംശയങ്ങൾ ബലപ്പെടുത്തി. ഇനി ഈ നീക്കത്തിനു മുൻപ് വൈറ്റ് ഹൗസ് സർവകലാശാലയ്ക്കുള്ള ഫെഡറൽ ഫണ്ടിൽ $2.2 ബില്യൺ മരവിപ്പിച്ചിരുന്നു. ഫണ്ടിംഗ് നിരോധനം പിൻവലിക്കാൻ ട്രംപ് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഹാർവാർഡ് അംഗീകരിക്കാൻ വിസമ്മതിച്ച ചില വ്യവസ്ഥകളിൽ മാത്രമാണിത്. ഹാർവാർഡും മറ്റ് ഉന്നത സർവകലാശാലകളും പുരോഗമനപരമായ പ്രത്യയശാസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ലൈഫ് ക്യാമ്പസ് സംസ്കാരം വളർത്തുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ട്രംപ് തന്റെ വിമർശനത്തെ ഇരട്ടിയാക്കി. ആശ്ചര്യകരമെന്ന് തന്നെ പറയണം, വോൾഫിന്റെ പുതിയ പരാമർശങ്ങളെ വൈറ്റ് ഹൗസ് അത്ര നിസ്സാരമായി എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഭരണകൂടത്തിന്റെ വക്താവായ ടെയ്ലർ റോജേഴ്സ് വോൾഫിന്റെ പരാമർശങ്ങളെ ശക്തമായും പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വിജയകരമായ ഒരു ബിസിനസ്സുകാരനും ചരിത്രത്തിലെ ഏറ്റവും പരിവർത്തനാത്മക പ്രസിഡന്റുമാകാൻ ട്രംപിന് ഹാർവാർഡ് പോലുള്ള അമിതമായി വിലയിരുത്തപ്പെട്ടതും അഴിമതി നിറഞ്ഞതുമായ ഒരു സ്ഥാപനത്തിൽ അപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല എന്നും വോൾഫിന്റെ പുതിയ പരാമർശങ്ങൾ കളവാണെന്നും റോജേഴ്സ് പറയുന്നു. മെലാനിയ ട്രംപ് തന്റെ ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞെന്ന എഴുത്തുകാരൻ ഉന്നയിച്ച മറ്റൊരു അവകാശവാദവും വൈറ്റ് ഹൗസ് ഇതിനു മുൻപ് തള്ളിയിരുന്നു. വോൾഫിനെ ഒരു വിഡ്ഢി എന്ന് വിളിച്ച് വൈറ്റ് ഹൗസ് തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു.